വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. ലക്ഷ്യം മൂന്നാം തവണയും ഭരണത്തുടർച്ച തന്നെ. LDF 3.0യിലേക്ക് വിരൽ ചൂണ്ടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. 10ാം വർഷത്തിലേക്ക് കുതിക്കുന്ന പിണറായി സർക്കാരിൻ്റെ വികസന കുതിപ്പ് കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിക്ക് മാറ്റുകൂട്ടുമ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമായി കേരളം എല്ലാ മേഖലകളിലും മുന്നിട്ടു നിൽക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങി സാങ്കേതികവും സാംസ്കാരികവുമായ എല്ലാ രംഗങ്ങളിലും കേരളം തലയെടുപ്പോടെ നിൽക്കുന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ കാലിക്കറ്റ് മിനി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷണിക്കപ്പെട്ട 500 പേരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചപ്പോൾ പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. കാസർഗോഡ് നിന്ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാമെന്ന് തീരുമാനിച്ചതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദേശീയപാത വികസനമടക്കം സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യ സർക്കാരിന് നേതൃത്വം നൽകിയ സഖാവ് EMS തിരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത EMS മത്സരിച്ച മണ്ണിൽ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണെന്ന് പിണറായി പറഞ്ഞു. കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിയാണ് 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. 2016-ൽ തകർന്നടിഞ്ഞു കിടന്നിരുന്ന ഒരു നാടിൻ്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റിത്തീർക്കണമെന്നും മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഇവിടെയും വേണമെന്നും ആഗ്രഹിച്ചാണ് ജനങ്ങൾ ഭരണം നൽകിയത്. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ഈ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളും മാരകമായ പകർച്ചവ്യാധികളുമെല്ലാം പ്രതിസന്ധിയായി. ഇതെല്ലാം നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ നാം അതിജീവിച്ചു. നിപ്പയും ഓഖിയും 2018-ലെ മഹാപ്രളയവും 2019-ലെ കാലവർഷക്കെടുതിയുമെല്ലാം അതിജീവിച്ചു വരുന്നതിനിടെയാണ് കോവിഡ് ആക്രമണം ഉണ്ടാകുന്നതെന്നും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദേശീയപാത നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകും. ഉദ്ഘാടനം കഴിഞ്ഞാൽ യാത്ര കൂടുതൽ സുഗമമാകും. 2014-ലെ സർക്കാർ തന്നെ 2021-ൽ തുടർന്നതിനാലാണ് ഈ ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2016 നവംബർ മാസം 10-ാം തീയതി അന്നത്തെ ഗവർണറായിരുന്ന P. സദാശിവം ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയുണ്ട്. നവകേരള മിഷൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഹരിത കേരളം, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ലൈഫ് മിഷൻ തുടങ്ങി 4 പദ്ധതികളെ സംയോജിപ്പിച്ച ഒരു പദ്ധതിയാണിത്. കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ 4 പദ്ധതികളും തുറന്നു കാട്ടുന്നത് ഭരണപക്ഷം ഇടതുപക്ഷമാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് സാധാരണക്കാരാണെന്നതാണ്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കിക്കൊണ്ടാണ് 2ാം പിണറായി സർക്കാരിൻ്റെ യാത്ര തുടരുന്നത്. ഭരണ തുടർച്ചയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി 3ാം തവണയും കേരളത്തിൽ അധികാരം ലക്ഷ്യമിടുകയാണ് പിണറായി സർക്കാർ. റെക്കോർഡ് ചരക്ക് നീക്കവുമായി കേരളത്തിൻ്റെ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖവും വടക്കു മുതൽ നീളുന്ന ദേശീയപാതയും വികസന കുതിപ്പിൻ്റെ ആണിക്കല്ലുകളായി മാറിയിരിക്കുന്നു. അപ്പോഴും കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. ദുരന്തങ്ങളിലും മഹാമാരികളിലും ഒരു ഘട്ടത്തിലും കേരളത്തിന് കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയിലുണ്ടായി. കേരളം തകരട്ടെയെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചെങ്കിലും രാജ്യത്തിന് മുന്നിൽ നമ്പർ 1 എന്ന അവാർഡുകൾ കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രത്തോടൊപ്പം ചേർന്ന് ഇടതുവിരുദ്ധ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. മെയ് 23 വരെയാണ് സർക്കാർ വാർഷികാഘോഷം. പിണറായി സർക്കാരിൻ്റെ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടുള്ള ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. K5L ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.